കളക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ സാരി തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു വിവാഹ ഫംഗ്ഷന് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മുടെ എറണാകുളം മിലൻ ഇപ്പോൾ പുതിയൊരു ഷോപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം കല്യാണത്തിന് വേണ്ട ഒരു സാരി എടുത്തു. പക്ഷേ ഈ ഒരു സാരി അവിടെ കണ്ടപ്പോൾ എനിക്ക് അതൊന്ന് നോക്കിയപ്പോൾ ആ കോമ്പിനേഷൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഒരു എന്താ പറയുക, ബനാറസി സാരിയുടെ ബോർഡ്, ചന്തേരി സിൽക്സിന്റെ ഒരു സ്റ്റഫ്. അപ്പൊ ഈ സാരി കണ്ടപ്പോഴേ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ നല്ല സുഖമാണ്. ഞാൻ വിത്ത് ബ്ലൗസ് ഒരു എന്താ പറയാ, ഈ ബ്ലൗസ് ഉണ്ടെങ്കിലും ഈ റെഡ് ആണെങ്കിലും അതിന്റെ കൈയുടെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് റെഡ് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ആ റെഡ് ഉള്ള ആ ഒരു ഭാഗം ബ്ലൂ ആക്കി എടുത്തു. അപ്പൊ അതിന്റെ ടിപ്പും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സാരി ചന്ദേരി സിൽക്സിൽ ബനാറസി ബോർഡായിട്ടുള്ള സാരിയാണ്. 1 ലെയർ ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ഏത് ശരീരപ്രകൃതി കൊടുക്കും, ഇപ്പോൾ അത് വണ്ണമുള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും കൊടുക്കാം, ഏത് കാലാവസ്ഥയിലും കൊടുക്കാം. മഴക്കാലത്തും നല്ല രസമായിട്ട് കിടന്നോളും, വേനൽക്കാലത്തും രസമാണ് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ സ്റ്റഫ് ചന്ദേരി സിൽക്സ് ആണ്, ബനാറസിയുടെ ബോർഡാണ്, നല്ല ഇതാണ്. ഇതിനൊരു എന്താ പറയാ, ഒരു ബീഡിങ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് റെഡ് കളറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി വില ഉണ്ട് കേട്ടോ, ഒരു 2000 അബവ് ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്കിത് എന്താ പറയാ, ഏത് സമയത്തും നമുക്ക് കൊടുത്ത് നമുക്ക് തന്നെ വാഷ് ചെയ്തു നമുക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും അതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു 1 ലെയർ ഇട്ട് കൊടുക്കാനായിട്ടും നല്ല സൂപ്പറാണ്. അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ കാര്യം ഒന്ന് പറയാം. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു 5-6 പൊക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, കൈയുടെ ഇറക്കവും ഒത്തിരി ഉണ്ട്, നല്ല ബാക്ക് ഇറക്കം ഉണ്ട്. ബാക്ക് ഇറക്കം നോക്കിയാൽ അറിയാം നിങ്ങൾ, നല്ല രീതിയിൽ ഇറക്കി ബ്ലൗസ് തയ്ച്ചാൽ ഒരു ഭംഗിയുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു 40 ഇഞ്ച് സൈസ് ബ്ലൗസ് വേണം. പക്ഷെ നമുക്ക് എപ്പോഴും വിത്ത് ബ്ലൗസ് മിക്കവാറും സാരികളിൽ മുറിക്കുമ്പോൾ ഇത്രയും തികയാറില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബ്ലൗസ് മുറിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് മുറിച്ചെടുത്താൽ സാരിക്ക് കുറച്ച് കൂടുതൽ പ്ലീറ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തയ്ക്കാനായിട്ട് നോക്കണം. അപ്പൊ ഞാൻ ഈ ഒരു ബ്ലൗസിന്റെ ഈ ഒരു കൈയുടെ ഭാഗം റെഡ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റെഡ് ഇട്ടപ്പോൾ ഒരു ഭംഗിയില്ല, മൊത്തം റെഡ്, പിന്നെ ഇവിടെയൊക്കെ ബ്ലൂ ആയപ്പോൾ ഒരു രസമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ബോർഡ് ഒന്ന് മാറ്റി, നമ്മൾ ബ്ലൗസിന്റെ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, കൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ആ ഒരു കര. നമ്മൾ ബ്ലൗസിന്റെ കൈക്ക് എത്ര നീളം കറക്റ്റ് വേണോ അത്രയും നമ്മൾ സാരിയുടെ കുത്തുന്ന ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ അതിന് മുമ്പും നമുക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സാരി കുത്താൻ എടുക്കുന്നിടത്ത് ഇപ്പോൾ ആ ബോർഡ് കാണാനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ നല്ല രീതിയിൽ അത് തയ്ച്ച് വെച്ചാലും അറിയ പോലുമില്ല. ഈ ബ്ലൗസിന്റെ തുണി തന്നെയാണെങ്കിൽ പിന്നെ സാരിക്ക് കുഴപ്പമില്ലല്ലോ, സാരിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നതാണല്ലോ. അപ്പൊ അത്രയും രീതിയിലുള്ള പട്ട നമ്മളെടുത്തു. അത് നമ്മുടെ ബ്ലൗസിന്റെ നീളത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ട് അത് ആ സാരിയിൽ നിന്ന് നമ്മൾ അത്രയും മുറിച്ചെടുക്കുന്നുള്ളൂ, അത്രയും തന്നെ വെച്ചടിച്ച് പോയാൽ മതി. ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മിക്കവാറും വിത്ത് ബ്ലൗസ് തയ്ക്കുമ്പോൾ വേറെ മറ്റു സൈഡും ഇതുപോലെയുള്ള ബോർഡായിരിക്കും. നമ്മൾ ബ്ലൗസിന്റെ നീളവും കൈയുടെ നീളമൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ തികയാതെ വരും. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്ലൗസിന്റെ മറ്റു ഭാഗമുള്ള കരയുള്ള ഭാഗം നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമല്ലോ, അത് ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് എന്താ പറയാ കാണും, നമ്മുടെ സൈഡിൽ കൂടെ കാണും കുറച്ച്. അത് നമ്മുടെ ഇപ്പൊ ഈ ഒരു വലതു ഭാഗത്താണ് നമ്മൾ ആ ഒരു പട്ട വരുന്ന ഭാഗം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബോഡിയും കിട്ടും, അതുപോലെ പട്ട വെക്കുന്ന ഭാഗവും അത് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ സൈഡിലുള്ള കാണുന്ന ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ടിപ്പുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ, നിങ്ങൾ സ്വന്തമായിട്ട് തയ്ക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ തയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിരമായിട്ട് തയ്ക്കുന്ന ആളുകളോട് പറഞ്ഞാൽ ഐഡിയ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാരി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഏതെങ്കിലും ഷോപ്പിൽ കാണുകയാണെങ്കിൽ ചന്തേരി സിൽക്കിൽ ഇതുപോലെ ബനാറസി ബോർഡ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ സാരികൾ കളക്ഷനും അതുപോലെ പുതിയ സാരി എടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പം നമ്മളിത് ഒരു 1 ലെയർ ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് 1 ലെയർ ഇട്ടാലും ഒരു ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഞാൻ കൂടുതലും പ്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. എന്നാലും ഇതേ 1 ലെയർ ഇട്ട് നമുക്കിപ്പോൾ ചർച്ചിലൊക്കെ പോകുന്നവർക്ക് കൊടുക്കാം, അതുപോലെ 1 ലെയർ ഇടാനായിട്ട് ഫംഗ്ഷന് പോകുന്നവർക്ക് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പിൻ ചെയ്ത് വെച്ചത് അയച്ചിട്ട് കൊണ്ടാണ് ഇതുപോലെ പെർഫെക്റ്റ് അല്ലാത്തത്. അപ്പോൾ ഈ ഒരു സാരി ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.